കുറേ കാലമായി അപ്പൂപ്പൻ്റെ കൂടെ കുന്തവും പിടിച്ച് നടക്കുന്നു. പക്ഷേ ഇതുവരെ ഇങ്ങനെയൊരു സംഭവം കണ്ടിട്ടില്ല. ഇത്രയും കാലത്തെ മന്ത്രവാദ ജീവിതത്തിനിടയിൽ ഇങ്ങനെ ഒരു വെല്ലുവിളി ഉണ്ടായിട്ടില്ല. ഇത് ഇത്ര വലിയ കുഴപ്പമാകുമെന്ന് ഞാൻ വിചാരിച്ചില്ല. ഞാനും എങ്ങനെ രക്ഷപ്പെടും അതോർക്കുമ്പോൾ എൻ്റെ മുടി പോലും അല്ല, താടി പോലും വിറക്കുന്നു. ഈ പ്രശ്നം തീർക്കാൻ ഒരു വഴിയുമില്ല എന്ന് തോന്നുന്നു. എന്തു ചെയ്യണം എന്ന് മായാവിക്ക് പോലും അറിയില്ല. ഹോ, അതെ, ഈ കുഴപ്പം എങ്ങനെ പരിഹരിക്കുമെന്ന് എനിക്കും അറിയില്ല. എന്തെങ്കിലും വഴി തെളിയുമായിരിക്കും. ഹൂ ഹൂ ഹൂ, ഇതാരാ ഈ കുഴപ്പമൊക്കെ ഉണ്ടാക്കി വെച്ചത്? എന്തിനെ പറ്റിയാണ് ഇവർ പറയുന്നത്? മായാവിക്ക് പോലും പരിഹരിക്കാൻ കഴിയാത്ത എന്തു പ്രശ്നമാണ്? അത് മനസ്സിലാവാൻ കുറച്ച് മുമ്പ് സംഭവിച്ച കാര്യങ്ങൾ അറിയണം. നമ്മുടെ സമയം തെളിഞ്ഞു വിക്രമ. എന്താ, വാച്ച് നന്നാക്കി കിട്ടിയോ? ഹിഹി. പൂട്ടിയിട്ട ഒരു വീട് കണ്ടു വച്ചിട്ടുണ്ട്. ഹൗസ് ഓണർ ടൂറിലാ. അയ്യടാ, എങ്കിൽ ഇന്ന് നമ്മുടെ ടൂർ അങ്ങോട്ട്. അതെന്താ അവിടെ ഒരു അനക്കം? എന്തോ ഓന്താ? അല്ല, അരണയാ. അല്ല മുത്തു, ഇത് ദിനോസറിൻ്റെ കുഞ്ഞല്ലേ? ശരിയാണല്ലോ, സിനിമയിലൊക്കെ കാണുന്നത് പോലെ. എന്തെങ്കിലും സിനിമാ സെറ്റിൽ നിന്ന് ഇറങ്ങി ഓടിയതാവും. അതവരല്ലേ, ലൊട്ടുലൊടുക്കും ഗുൽഗുലുമാലുവും. ഇവർക്കെന്താ കുറ്റിക്കാട്ടിൽ കാര്യം? എന്തോ തിരയുകയാ. ഈ ദിനോസറിനെയാണോ? സ്റ്റോപ്പ്, എന്താ ഇവിടെ പരിപാടി? അത് ഒരു പച്ചമരുന്ന് പറിക്കാൻ. പച്ചക്കള്ളം. ശാസ്ത്രജ്ഞന്മാർക്ക് എന്തിനാ പച്ചമരുന്ന്? സത്യം പറ, നിങ്ങൾ തിരയുന്നത് അവനെയല്ലേ? ഇത് സത്യം പറഞ്ഞാൽ അതെ. കുട്ടൂസൻ ഇറക്കുന്ന ഭീകരജീവികളെ കൊണ്ട് തന്നെ പൊറുതിമുട്ടി. അതും പോരാഞ്ഞിട്ടാണോ ദിനോസറിനെ ലാബിലുണ്ടാക്കുന്നത്? ഇതിനെ ലാബിൽ ഉണ്ടാക്കിയതല്ല, പിന്നെ ഒറിജിനൽ പറയല്ലേ. രഹസ്യം വേണ്ട, പറഞ്ഞോ, ഇല്ലെങ്കിൽ അയ്യോ, ഇത് ഒറിജിനൽ ദിനോസറാ. ഹമ്മോ, 8 കോടി വർഷം മുമ്പ് ജീവിച്ചിരുന്നത്. അവൻ എങ്ങനെ ഇവിടെ എത്തി? ഞങ്ങൾ കൊണ്ടുവന്നു. അതെങ്ങനെ കൊണ്ടുവന്നെന്നാ ചോദിച്ചത്? അയ്യോ, ദേ അവൻ പുറത്തു ചാടി. ക്രീ, പിടിച്ചോ. അയ്യോ, ക്രീ, എൻ്റെ അമ്മേ, പട്ടി കടിച്ചേ. അല്ല, ദിനോസർ കടിച്ചേ. അമ്മോ, എന്തൊരു കടിയാ കടിച്ചത്. ഭാഗ്യം കാലിൽ മുറിവില്ല, പക്ഷേ പാൻസിന് മുറിവുണ്ട്. ദിനോസറിന് വിഷമമുണ്ടോ വിക്രമ? അമ്മേ, ആർക്കറിയാം, ഉണ്ടെങ്കിൽ പണിയായി. 8 കോടി കൊല്ലം മുമ്പത്തെ വിഷമല്ലേ, അതിനൊന്നും മരുന്ന് പോലും കഴിഞ്ഞില്ല. ദിനോസർ കടിച്ചെന്ന് പറയാനൊരു ഗമയുണ്ട്. ഹിഹി. അവന്മാരെവിടെ? അങ്ങോട്ടാ ഓടിയത്. വിടരുത് അവരെ. വിട്ടാലും ആ ദിനോസർ കുഞ്ഞിനെ വിടരുത്. എന്തിനാ പിന്നെയും കടി വാങ്ങാനാണോ? പ്രദർശിപ്പിച്ചാൽ ലക്ഷങ്ങൾ കിട്ടും മുത്തു, ലക്ഷങ്ങൾ. അവർ ആ കാട്ടിലേക്ക് സമയം. നമ്മുടെ ടൈം മെഷീൻ അവന്മാർ കാണാതിരുന്നാൽ മതി. ആ ദുഷ്ടന്മാർ പിന്നാലെ വരും മുമ്പ് ഇവനെ പഴയ കാലത്തേക്കു തിരികെ വിടണം. ഹേയ്, ഇവിടെ ഒന്നും അവർ വരില്ല. ഷുവർ. വന്നാലും ഇങ്ങനെ ഒരു സാധനം ഒളിപ്പിച്ചിട്ടുണ്ടെന്ന് മനസ്സിലാവില്ല. തുറക്ക്. റിമോട്ട് എവിടെ? എൻ്റെ കയ്യിലുണ്ട്. ക്സീക്ക്. ദിനോസറിനെ വിട്ടിട്ട് വേഗം മടങ്ങണം. അതെ, കൂടുതൽ സമയം അവിടെ നിന്നാൽ റിസ്ക്കാ. മൂത്ത ദിനോസറുകൾ കാണും. ഇതുവഴിയാണ് അവർ പോയതെന്ന് ഉറപ്പാണോ? ഉറപ്പാണെന്ന് തന്നെയാണ് എൻ്റെ സംശയം. പുല്ലിനിടയിൽ പാമ്പൊന്നും കാണില്ലല്ലോ അല്ലേ? അമ്മേ, ഇനി പാമ്പിൻ്റെ കടി കൂടി കിട്ടിയാൽ മതി. ഇതെന്താ, ടെലിഫോൺ ബൂത്തോ? ATM ആണെന്ന് തോന്നുന്നു. കൊടുങ്കാട്ടിലാണോടാ ATM? ഇത് അവരുടെ എന്തോ കണ്ടുപിടുത്തമാണ്. ഇനിയിപ്പോൾ ആ ദിനോസറിനെ എത്തിച്ച യന്ത്രമോ മറ്റോ. എന്ന് വെച്ചാൽ ടൈം മെഷീൻ. അതെ, ബെസ്റ്റ് ടൈം. എങ്കിൽ രണ്ടും കൂടി അകത്ത് കയറിയിട്ടുണ്ട്. ഷുവർ. ശരിയാ. ദേ, റോഡിനടുത്ത് മണ്ണ്. തുറക്കടാ വാതിൽ. ടക്ക് ടക്ക്. എടാ, തുറക്കാൻ, ഇല്ലെങ്കിൽ ചവിട്ടി പൊളിക്കും. ടക്ക് ടക്ക്. വിക്രമൻ്റെ അടുത്ത അക്രമം വേണ്ട. പറ്റിച്ച് മുങ്ങാമെന്ന് കരുതിയോ? ക്രാക്ക്. എന്താ ഒരു കുലുക്കം? വൈ ഈസ് ദിസ് വൈബ്രേഷൻ? ഹേയ്, ഡോർ പൊളിഞ്ഞു. ഹിഹി. ഞാൻ കയറി നോക്കാം. അയ്യോ, അവൻ മെഷീൻ കേടാക്കിയെന്ന് തോന്നുന്നു. നമ്മൾ പാതി വഴിയിൽ കുടുങ്ങി. അയ്യോ, എന്നാൽ അതുമാത്രമായിരുന്നില്ല പ്രശ്നം. അവന്മാർ അകത്തില്ലേ വിക്രമ? ഇതെന്തോ, അകത്തൊരു മിന്നൽ. വിക്രമ. ധും 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 ധും. അയ്യോ, എന്താ വിക്രമ? ഒരു പയ്യൻ വരുന്നു. അവനെ കണ്ടാൽ അവൻ എൻ്റെ ചായ.
അതാ വരുന്നു. ഏ വിക്രമാ, ഇത് ഇത് നീ തന്നെയാ കുട്ടിക്കാലത്തെ നീ? ഏ അതേന്നെ, സ്കൂളിൽ പഠിച്ചിരുന്ന കാലത്ത് അതേ ചായ അല്ലേ? ഇതെങ്ങനെ? അങ്കിൾ അങ്കിളിന് എൻ്റെ അച്ഛൻ്റെ ചായ ഉണ്ടല്ലോ, അത് പിന്നെ കാണാതിരിക്കുമോ? വിക്രമ, ആ ശാസ്ത്രജ്ഞന്മാർക്ക് മന്ത്രവിദ്യയും അറിയാമെന്ന് തോന്നുന്നു. വാ, ഇവിടെ നിന്നാൽ പണി കിട്ടും. കുട്ടൂസനോട് വിവരം പറയാം. അങ്കിൾ. അതേസമയം ഹോ, എന്തൊരു വെയിൽ! കണ്ണ് മഞ്ഞളിച്ചുകൊണ്ട് മൊത്തം ഡബിളായിട്ടാണ് കാണുന്നത്. കുറച്ചു നേരം മരത്തണലിൽ ഇരിക്കാം. ഇതാരാ? ഞാൻ വിക്രമൻ. വിക്രമനോ? ആ പേരിൽ ഒരു കൊള്ളക്കാരനുണ്ട്. ഹിഹി. പേടിക്കണ്ട, നല്ലവനാ. ഞങ്ങൾ തമ്മിൽ നല്ല ടേംസിലാ. എവിടെ നിന്ന് വരുന്നു? ഈ കുന്തം ചെമ്പാണോ? ചെമ്പും കൊമ്പുമൊന്നുമല്ല. ഇതാണോ നിന്റെ വീട്? അത് വീടല്ല, പക്ഷേ കയറി നോക്ക്, നല്ല രസമാ. കുന്തം ഞാൻ പിടിക്കാം. കണ്ടിട്ട് നല്ല സെറ്റപ്പാ, കയറി നോക്കാം. കേറടാ, കേറ്. ഹിഹി. ഇതിനകത്ത് കറണ്ടില്ലേ? ഹമ്മേ, മിന്നൽ! ധൂം ധൂം ധൂം. അയ്യോ, ആരോ വരുന്നു, സ്ഥലം വിടാം. കുന്തമയുടെ? അമ്പട കള്ളാ വിക്രമാ, അവൻ കുന്തവും കൊണ്ട് മുങ്ങി. വിക്രമാ, എടാ വിക്രമാ. വിക്രമൻ്റെ പേരിന് പറ്റിയ സ്വഭാവം. അപ്പോൾ ടൈം മെഷീനിൽ നിന്ന് മറ്റൊരിടത്ത്. കുട്ടൂസാ, കുട്ടൂസാ. വീട് പൂട്ടിയിട്ടിരിക്കുകയാ. ഫോണിലും കിട്ടുന്നില്ല, റേഞ്ചില്ല. അതേസമയം ദാ വരുന്നു എന്ന് പറഞ്ഞിട്ട് പോയ ലുട്ടാപ്പിയെ കണ്ടില്ലല്ലോ. പ്രായമായ ഒരാൾ വെയിറ്റ് ചെയ്യുന്നുണ്ടെന്ന് വിചാരം വേണ്ട. ഇനിയും ലേറ്റായാൽ ഒരു വടിയും കുത്തിപ്പിടിച്ച് അങ്ങ് നടക്കാം. അതാരാ? കുട്ടൂസനപ്പൂപ്പനല്ലേ? ആ അതെ, അപ്പൂപ്പൻ ചത്തതല്ലേ? ഞാനോ? എപ്പോ? പ്രേതം! ഈ ലുട്ടാപ്പിയോ ഒന്നും ചെയ്യല്ലേ പ്ലീസ്. ലുട്ടാപ്പിയോ? ഇതോ? അപ്പൂപ്പ, നീ വന്നോ? എന്താടാ ലേറ്റായത്? കുന്തം പോക്കറ്റടിച്ചു പോയി. അല്ല, മോഷണം പോയെന്നേ. ഇതാരാ? ലുട്ടാപ്പി എന്നാ പറഞ്ഞത്. ലുട്ടാപ്പിയോ? അപ്പം ഞാനാരാ? ആ പേര് പറഞ്ഞത് എന്നാ കണ്ടപ്പോൾ പ്രേതമെന്ന് പറഞ്ഞ് ബോധം കെട്ടു വീണു. അപ്പൂപ്പൻ ഇങ്ങോട്ടൊന്ന് നോക്കിയേ. പ്രേതത്തിൻ്റെ ഷേപ്പൊന്നും ഇല്ലല്ലോ. നീ പോടാ. നിന്റെ കുന്തം ആരോ അടിച്ചു മാറ്റിയത്. വിക്രമൻ. അവനെ കിട്ടിയാൽ അടിച്ചു ഷേപ്പ് മാറ്റണം. വിക്രമനോ? നടന്നതെല്ലാം ലുട്ടാപ്പി പറഞ്ഞു. വിക്രമൻ എന്ന പയ്യൻ, ലുട്ടാപ്പി എന്ന് പറഞ്ഞ വേറൊരുത്തൻ. മൊത്തത്തിൽ എന്തോ പ്രശ്നമുണ്ടല്ലോടാ. വാ, നമുക്ക് കുന്തം പോയ സ്ഥലത്ത് ഒന്നുകൂടി പോയി നോക്കാം. കുന്തം പോയാൽ കുടത്തിൽ തപ്പേണ്ടേ? വൈകാതെ. പയ്യൻ അകത്തിരിപ്പുണ്ടാവും, കയറി നോക്കട്ടെ. ഇറങ്ങി വാടാ മര്യാദക്ക്. കുന്തം കൊണ്ടുവരാൻ പറ അപ്പൂപ്പ. ഇതെന്താ സ്പാർക്ക്? ആരുമില്ലടാ, അവൻ മുങ്ങി. അപ്പോൾ എൻ്റെ കുന്തം കാണാനില്ല എന്ന് പറഞ്ഞൊരു പരസ്യം കൊടുത്താലോ? ആരുമില്ല എന്ന് കുട്ടൂസൻ പറഞ്ഞത് തെറ്റായിരുന്നു. അതേസമയം മറ്റൊരിടത്ത്. രാജു അല്ല അത്? ഇവനെന്താ ഒറ്റക്ക്? നിൽക്കവിടെ. ഹിഹി. ബിംബോ മയങ്ങട്ടെ. ഹിഹി. നീ മായാവയെ വിളിക്കില്ലേ? വാടാ എൻ്റെ പിന്നാലെ. ഉറക്കത്തിൽ നടക്കും പോലെ രാജു ഡാഗിനിയെ പിന്തുടർന്നു. നിന്നെ കാട്ടിൽ പൂട്ടിയിടും. അത് കഴിഞ്ഞ് രാധയെ പിടിക്കും. ഹിഹി. ഇവിടെ ഒരു റൂം ഉണ്ടായിരുന്നോ? എങ്കിൽ ഇവിടെ മതി. കേരളാകത്ത്. രാജു ടൈം മെഷീനിൽ കയറി. വെരി ഗുഡ്. ഇനി രാധയെയും പൂട്ടണം. ഡാഗിനി. ആരാ? അതെന്തു ചോദ്യമാ ഡാഗിനി? ഞാൻ കുട്ടൂസൻ. കുട്ടൂസൻ ഈ പ്രായത്തിൽ? ഇത് ഞാൻ മരിച്ച സമയത്തെ പ്രായമാ. ഹഹാ. എന്താ പറഞ്ഞത്? അതേ ഡാഗിനി, ഞാൻ കുട്ടൂസൻ തന്നെ. കൃത്യമായി പറഞ്ഞാൽ മരിച്ചുപോയ കുട്ടൂസൻ. ഹഹാ. പ്രേതം. അതിനിടെ ഡാഗിനി പോയി. ഞാനീ കെട്ടഴിക്കാം, എന്നിട്ട് പുറത്തു കടക്കാം. ഇനി ഞാൻ മായാവെ വിളിക്കാം. ഓം ഹ്രീം കുട്ടിച്ചാത്ത. മറ്റൊരിടത്ത്. രാജു എന്താ വൈകുന്നത്? മായാവെ വിളിക്കാം. എന്തു പറ്റിരാതെ? രാജു ടൗണിൽ പോയതാ, വരേണ്ട സമയം കഴിഞ്ഞു. ഓം ഹ്രീം കുട്ടിച്ചാത്ത, ഓം ഹ്രീം കുട്ടിച്ചാത്ത. രാജു വിളിക്കുന്നുണ്ട്, ഞാൻ പോയി നോക്കട്ടെ. ഞാനും വരാം മായാവി. രാജു, ഞങ്ങളെത്തി. രാജു, ഇതെന്താ 2 പേർ? മായാവി, ഞാനും രാജു തന്നെ, നാളത്തെ രാജു. മനസ്സിലായില്ല. കുറച്ച് വിശദമായി പറയേണ്ട കാര്യമാണ്. ലൊട്ടിലൊടുക്കും ഗുലുഗുൽമാലും ഒരു ടൈം മെഷീൻ ഉണ്ടാക്കി. വിക്രമൻ അത് കേടാക്കി. അതോടെ ടൈം മെഷീൻ്റെ ടെക്നോളജി ആകെ മാറിപ്പോയി. മറ്റൊരു കാലത്തേക്ക് പോകുന്നതിന് പകരം അതിനകത്ത് കുടുങ്ങുന്നവരുടെ മറ്റൊരു കാലത്തെ രൂപം കൂടി പുറത്തു വരുന്ന സ്ഥിതിയായി. കഴിഞ്ഞ കാലത്തെ രൂപമാണോ വരാൻ പോകുന്ന കാലത്തെ രൂപമാണോ പുറത്തെത്തുക എന്ന് പറയാനാവില്ല. ഏതു കാലത്തെ ആളാണെന്നു വന്നാലേ അറിയാൻ പറ്റൂ.
ലുട്ടാപ്പി അകത്തു കടന്നപ്പോൾ മുതിർന്ന ലുട്ടാപ്പി പുറത്തു വന്നു. വിക്രമൻ കടന്നപ്പോൾ വിക്രമൻ്റെ കുട്ടിക്കാലം പുറത്തെത്തി. അപ്പോൾ രാജു, ഇത് ഡിസംബർ 15 അല്ലേ? ഞാൻ നാളത്തെ രാജുവാണ്, അതായത് ഡിസംബർ 16 രാജു. അതായത് എനിക്കിതെല്ലാം ഇന്നലെ നടന്ന കാര്യമാണ്. ഇന്നലെ നടന്നത് ഓർമ്മയുള്ളത് കൊണ്ടാണ് ഞാൻ ഇതെല്ലാം പറയുന്നത്. ഇതുമൂലം കുഴപ്പങ്ങൾ വല്ലതും? വലിയ കുഴപ്പങ്ങളുണ്ട്. കാരണം കുട്ടൂസനും ടൈം മെഷീനിൽ കയറി. പുറത്തു വന്നത് കുട്ടൂസൻ്റെ ഭാവി കാലമാണ്, അതായത് മരിച്ചതിനു ശേഷമുള്ള കുട്ടൂസൻ. ഇങ്ങനെ ആ പ്രേതത്തിൽ നിന്നും രക്ഷപ്പെടാനുള്ള പരക്കമ്പാച്ചിൽ ഉടൻ തുടങ്ങും. അയ്യോ, അതെങ്ങനെ അവസാനിക്കും? എങ്ങനെ രക്ഷപ്പെടും? ഓർമ്മയില്ല. കൂടുതൽ പറയാൻ സമയവുമില്ല. കാരണം ഇപ്പോൾ മറ്റൊരു കാര്യം സംഭവിക്കാൻ പോകുന്നു. പ്രേതം പ്രേതം ഹുഹു ധും അയ്യോ അയ്യടാ, കേരടാ കുപ്പിയിൽ. കുപ്പിയില്ല, അല്ലെങ്കിൽ വേണ്ട, പറക്കടാ എന്നെയും കൊണ്ട്. വിട്ടോ വേഗം, കുട്ടൂസൻ്റെ പ്രേതം വരുന്നു. ടൈം മെഷീൻ്റെ അടുത്തേക്കാ, അതിൽ കയറി ഒളിക്കാൻ. അതെങ്ങനെ അറിയാം? എനിക്കിതെല്ലാം ഇന്നലെ സംഭവിച്ചതല്ലേ, ഓർമ്മയുണ്ട്. അപ്പോൾ ഡാഗിനി മായാവിയെ പിടിക്കുമെന്ന് അറിയാമായിരുന്നു. എന്നിട്ടെന്താ പറയാത്തത്? പറഞ്ഞിട്ടും ഫലമില്ല. ഇന്നലെ നടന്നത് ഇന്ന് മാറ്റാൻ പറ്റില്ല രാധേ. പക്ഷേ ഇനി എന്ത് സംഭവിക്കുമെന്ന് അല്ലേ? അറിയാം കുറച്ചൊക്കെ. പക്ഷേ രാജുവിന് ഡ്യൂപ്പോ? അവൻ പറഞ്ഞത് കേട്ടോ, വരാൻ പോകുന്നത് അറിയാമെന്ന്. അവനെ പിടിച്ചാലോ? ഇനി എന്തു പറ്റും എന്ന് ചോദിക്കാം. ശരിയാ, പിടിച്ചോ. എങ്കിൽ പറ, ഇനി എന്ത് സംഭവിക്കും? സത്യം പറഞ്ഞാൽ ഇനി മുതലുള്ള കാര്യങ്ങൾ ഓർമ്മ വരുന്നില്ല. പ്രശ്നമെല്ലാം തീരും, പക്ഷേ അതെങ്ങനെ എന്നറിയില്ല. അതെന്താ ഓർമ്മയില്ലാത്തത്? എന്തോ സംഭവിച്ചു. ഇനി മൊത്തം ബ്ലാക്കാ, ആകെ ഇരുട്ട്. അടിച്ചു വീഴ്ത്ത്, ടക്ക് ടക്ക്. അയ്യോ കിട്ടിയടാ നിന്നെ. അവനല്ല, ഇവനാ പ്രവചനക്കാരൻ. രണ്ടിൻ്റെയും ബോധം പോയി. രാധയും പോയി. അവൾ പോട്ടെ, നമുക്ക് ഇവൻ മതി. ഇത്രയും സ്ട്രോങ് ആയി അടിക്കണ്ടായിരുന്നു. ഉണരും വരെ വെയിറ്റ് ചെയ്യാം. അതേസമയം കുട്ടി വിക്രമൻ, ചേട്ടാ കുന്തം വിൽക്കാനുണ്ട്, എന്ത് വില തരും? കുന്തമോ? എന്ത് മ്യൂസിയത്തിൽ നിന്ന് മോഷ്ടിച്ചതാ? ആക്രി എടുത്താൽ മതി ചേട്ടാ, ഇരുമ്പ് വില. ആക്രിയും ഒന്നുമില്ല, പോടാ. അപ്പോൾ ടൈം മെഷീൻ്റെ അടുത്ത്. അകത്ത് കയറിക്കോ, പ്രേതം പിന്നാലെയുണ്ട്. ഹൂ അകത്ത് കയറണോ? അത് അപകടമാ. ഉപദേശം വേണ്ട, അനുസരിച്ചാൽ മതി. വടി എൻ്റെ കയ്യിലാ. കയറിയാൽ ഡാഗിനിയുടെയും എൻ്റെ മറ്റൊരു കാലം പുറത്തു വരും. നോക്കാം, എന്തെങ്കിലും വഴി തെളിഞ്ഞാലോ. ഇരുട്ടാ, ഒളിക്കാൻ പറ്റിയ സ്ഥലം. അയ്യോ, ഇതെന്ത് സ്പാർക്ക്? ധൂം. ആരോ വരുന്നു. അമ്മേ, പ്രേതമാണോ? പുറത്തിറങ്ങാം. ധും. ഫാൻസി ഡ്രസ് വർക്ക് ഇവിടെ എന്താ കാര്യം? ഫാൻസി ഡ്രസ്സോ? പിന്നല്ലാതെ, നീ ഡാഗിനി വേഷമല്ലേ? എന്നാലേ ഞാനാ ഒറിജിനൽ ഡാഗിനി. ഓ, നീ മായാവേഷത്തിലാണോ? അല്ലേ? പക്ഷെ മൊത്തം തെറ്റാ. ഒറിജിനൽ മായാവിക്ക് മഞ്ഞ ഡ്രസ്സൊന്നുമില്ല. അതേ നോക്ക്. നിൻ്റെ കാര്യം പോക്കാ, പ്രൈസ് കിട്ടില്ല. എന്തൊക്കെയോ സംഭവിക്കുന്നത്. പോയത് ഞാനല്ലേ? അത് അമ്മൂമ്മ തന്നെയാണ്, കുറച്ചു കാലം മുമ്പത്തെ അമ്മൂമ്മ. കുപ്പിയിൽ കണ്ടത് കുറച്ചു കാലം മുമ്പത്തെ ഞാൻ. ശരിയാ, പണ്ടെനിക്ക് കറുത്ത ഡ്രസ്സായിരുന്നു. മായാവി എല്ലാ കാര്യങ്ങളും ഡാഗിനിയോട് പറഞ്ഞു. ഹൂ ഇത് മൊത്തം കൺഫ്യൂഷനാകും. ഇതിനിടക്ക് മൂങ്ങയും അകത്ത് കയറിയോ? എന്നിട്ടെന്താ ഇവൻ്റെ ഡ്യൂപ്പിനെ കാണാത്തത്? അത് ശരിയാണല്ലോ, ഒന്ന് ചെന്ന് നോക്കാം. അകത്തൊരു മുട്ട. കയറണ്ട, കമ്പ് വെച്ച് തോണ്ടിയെടുക്കാം. മൂങ്ങയുടെ ഡ്യൂപ്പും വന്നു. ഈ മുട്ട എന്ന് വെച്ചാൽ മൂങ്ങയുടെ പഴയ കാലം, മുട്ട വിരിയുന്നതിന് മുമ്പത്തെ കാലം. ഹൂ ഈ കുഴപ്പം എങ്ങനെ തീർക്കും? പറയടാ ഒരു വഴി. അറിയില്ല, പക്ഷേ ഒന്നറിയാം, ഇത് തീരുന്നത് വരെ നമ്മൾ ശത്രുത മറന്ന് ഒരുമിച്ച് നിൽക്കണം. വാ, നമുക്ക് കുട്ടൂസനോട് ചോദിക്കാം. മുട്ട എന്തെങ്കിലും മരപ്പത്തിൽ ഒളിപ്പിക്കാം വൈകാതെ. മറ്റേ ഞാൻ കുപ്പി മരപ്പത്തിൽ ഒളിപ്പിക്കുന്നു. രാജുവും രാധയും എന്നെ ആദ്യമായി കണ്ട സ്ഥലം. അപ്പോൾ അന്നത്തെ രാഗിനിയാണ് ടൈം മെഷീനിൽ വന്നത്. ഞാനാണ് മായാവി, ഒരു കുട്ടിച്ചാത്തൻ. ഈ കുപ്പി ഒന്ന് തുറക്കൂ. നീ എങ്ങനെ ഈ കുപ്പിക്കകത്ത് പെട്ടു? അതാ ഡാഗിനി. വിക്രമനല്ലേ അത്? കൂടെ രാജുമാർ. അമ്മൂമ്മ ലുട്ടാപ്പിയെ വിട്ട് ഇപ്പോൾ നിങ്ങൾ കൂട്ടായോ? നിങ്ങളെന്താ ഇവിടെ? ഇവൻ ഉണരാൻ കാത്തിരിക്കുകയാ. കാത്തിരിക്കാനൊന്നും നേരമില്ല, മൊത്തം കുഴപ്പമാ. വാ, കുട്ടൂസനെ കാണാം. രാജുമാരെ തൽക്കാലം അങ്ങോട്ട് മാറ്റിക്കിടത്ത് വൈകാതെ. ഇവിടെ ഒരുത്തൻ ബോധം കെട്ടു കിടപ്പുണ്ടല്ലോ. ഹിഹി, പേടിച്ച് ബോധം കെട്ടതാ. ഇവൻ്റെ പേരും ലുട്ടാപ്പി എന്നാ. ഉണരുന്നുണ്ട്.
അയ്യോ പ്രേതം! ഞാൻ പ്രേതമല്ലടാ, മരത്തലയാ. ലുട്ടാപ്പിന്ന് പേരുണ്ടായാൽ പോരാ, ധൈര്യം വേണം, ധൈര്യം. ആ ലുട്ടാപ്പി പേടിച്ചതിൽ അത്ഭുതമില്ല. ഇതും ലുട്ടാപ്പി തന്നെയാ. രണ്ടുപേരും ഒരേ ലുട്ടാപ്പി. കുറേ കൊല്ലം കഴിഞ്ഞിട്ടുള്ള ലുട്ടാപ്പിയാ ഇത്. ഈ വലിയ ലുട്ടാപ്പിയുടെ കാലത്ത് കുട്ടൂസൻ ജീവിച്ചിരിപ്പില്ല. ngേ ഇല്ലേ? ngേ അതായത് മരിച്ച കുട്ടൂസനെ വീണ്ടും കാണുന്നത് പോലെയാണ് വലിയ ലുട്ടാപ്പി കുട്ടൂസനെ കാണുന്നത്. പറ്റിക്കാനാണെങ്കിലും ഇങ്ങനെ ഒന്നും പറയല്ലേ. ശരിയാ, കുട്ടിക്കാലത്ത് ഞാൻ ഇങ്ങനെയായിരുന്നു, മീശയില്ല. മായാവി എല്ലാം വിശദമായി പറഞ്ഞു, കുട്ടൂസൻ്റെ പ്രേതത്തിൻ്റെ കാര്യമൊഴികെ. അതായത് എൻ്റെ കുന്തം കട്ട വിക്രമൻ ഈ വിക്രമൻ തന്നെയാ. ഞാനപ്പം കട്ടു? അപ്പൂപ്പൻ ചത്ത ദിവസം എനിക്ക് നല്ല ഓർമ്മയുണ്ട്. പോടാ, പേടിപ്പിക്കാതെ. സത്യമായിട്ടും അപ്പൂപ്പൻ പ്രേതമാണെന്നാണ് ഞാൻ വിചാരിച്ചത്. ഇത് ഒറിജിനലാ, പ്രേതം വേറെയുണ്ട്. അത് മായാവി പറഞ്ഞില്ലേ? എവിടെ? ഇവിടെ തന്നെ. എല്ലാവരുടെയും ഒരുമിച്ച് കണ്ടത് നന്നായി. സൂര്യൻ അസ്തമിച്ചാൽ എനിക്ക് നിങ്ങളിലൊരാളെ വേണം കുടിയിരിക്കാൻ. അയ്യോ. കുടിയോ? വെള്ളം കുടിക്കുന്ന കാര്യമല്ല, പ്രേതം ബാധിക്കുക എന്നർത്ഥം. ഇന്ന് സൂര്യൻ അസ്തമിക്കുന്നതോടെ എനിക്കൊരു ശരീരത്തിൽ കയറിയേ പറ്റൂ. ആരുടെ ശരീരത്തിൽ കയറണമെന്ന് നിങ്ങൾക്ക് തീരുമാനിക്കാം. പ്രേതം കയറിയാൽ എന്തു പറ്റും? അത് ഞാൻ പറയുന്നില്ല, നിങ്ങൾ പേടിക്കും. പേടിക്കുന്ന ഒരു കേസിന് ഞാനില്ല. ഞാനും എന്ന് പ്രത്യേകം പറയണ്ട, നീ തന്നെയാ ഞാൻ. സൂര്യൻ അസ്തമിക്കുമ്പോൾ വരാം. അയ്യോ, അസ്തമിക്കാൻ ഇനി 1 മണിക്കൂറേ ഉള്ളൂ. ആ ടൈം മെഷീനാ എല്ലാ കുഴപ്പങ്ങളും കാരണം. അതങ്ങ് പൊളിച്ചു കളഞ്ഞാലോ? വേണ്ട, അത് ബുദ്ധിയല്ല. എനിക്ക് വേറൊരു ബുദ്ധി തോന്നുന്നുണ്ട്. പറയട്ടെ? പറ. പ്രേതം കൂടാൻ അപ്പൂപ്പൻ അങ്ങ് സമ്മതിക്ക്. എന്തായാലും സ്വന്തം പ്രേതമല്ലേ. പോടോ, ഇതാണോ ബുദ്ധി? അത് പറ്റില്ല. ഇവിടെ ഉണ്ടായിരുന്നോ? സ്വന്തം ദേഹത്ത് കയറാൻ പ്രേതത്തിന് പറ്റില്ല. അതേതായാലും നന്നായി. ദേ പിന്നെയും പോയി. നിങ്ങൾ ആലോചിക്ക്, ഞാനിപ്പോൾ വരാം. കുറച്ച് പരിപാടികളുണ്ട്. 1 മിനിറ്റ്. എനിക്ക് മീശയൊക്കെ വരുമല്ലേ? എത്ര വയസ്സിലാണ് മീശ മുളച്ചത്? മീശ മുളക്കില്ല, കാത്തിരുന്നു മടുത്തപ്പോൾ മന്ത്രപ്പൊടി ഇട്ട് വരുത്തിയതാ. ചേട്ടൻ ലുട്ടാപ്പി എങ്ങോട്ടാടാ പോയത് ആവോ? എനിക്കറിയില്ല. മായാവി, നീ തന്നെ പറ, നമ്മൾ എങ്ങനെ രക്ഷപ്പെടും? സത്യം പറഞ്ഞാൽ എനിക്കറിയില്ല. മായാവി. രാജുവിനെ ഞാൻ ഓട്ടോയിൽ വിട്ട് വീട്ടിലെത്തിച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞ് ലൊട്ടിലൊടുക്കിൻ്റെ ലാബിൽ പോയി ടൈം മെഷീൻ പേപ്പറുകൾ കണ്ടെത്തി. കേടായ ടൈം മെഷീൻ ഇത് നോക്കി ശരിയാക്കാം. അതോടെ ശാസ്ത്രജ്ഞർ പുറത്തു വരുമല്ലോ. നല്ല ഐഡിയ. പക്ഷെ നമുക്ക് അത്രയും സമയമില്ല രാധേ. കുട്ടൂസൻ്റെ പ്രേതം പറഞ്ഞതെല്ലാം മായാവി രാധയെ അറിയിച്ചു. അയ്യോ, അപ്പോൾ ആദ്യം പ്രേതത്തെ ഒഴിവാക്കണോ? അതെ. അത് നിങ്ങൾക്ക് കഴിയുന്ന കാര്യമല്ല. പിന്നെ വന്നല്ലോ. എന്നെ മാത്രമല്ല, ടൈം തെറ്റി വന്ന എല്ലാവരെയും ഒഴിവാക്കാൻ ഒരു വഴിയുണ്ട്. പക്ഷേ അത് നിങ്ങൾക്ക് പറ്റില്ല. പറ്റുമോ എന്നൊക്കെ പിന്നെ നോക്കാം. വഴി പറ. സ്വന്തം പ്രേതമല്ലേ, ഒന്ന് താഴ്മയായി ചോദിക്കപ്പൂപ്പ. എനിക്കെൻ്റെ മുന്നിൽ ഇത്രയേ താഴാൻ പറ്റൂ. പറയാം. ടൈം തെറ്റി വന്ന ആരെങ്കിലും ടൈം തെറ്റി വന്ന മറ്റൊരാളെ ഇല്ലാതാക്കണം. ശാസ്ത്രജ്ഞർ എങ്ങനെയോ അല്പം മന്ത്രവാദവും ഈ ടൈം മെഷീനകത്ത് പ്രയോഗിച്ചു. അതുകൊണ്ടാണ് ഇങ്ങനെ ചില കാര്യങ്ങളും ഇതിനകത്ത് വന്നു പെട്ടത്. ഇത് ആ ശാസ്ത്രജ്ഞർക്ക് പോലും അറിയില്ല. പുറത്തു വരുന്നത് പ്രേതമാണെങ്കിൽ അയാൾക്ക് രാത്രി എന്തെങ്കിലും ശരീരത്തിൽ കയറിയേ പറ്റൂ. എനിക്ക് നിങ്ങളിൽ ഒരാളുടെ ദേഹത്ത് കയറാതെ പറ്റില്ല എന്നർത്ഥം. അല്ലെങ്കിൽ അസ്തമയത്തിന് മുമ്പ് ഈ പ്രശ്നം തീർക്കണം. അതിന് പുറത്തു വന്ന ഒരാളെ ഇല്ലാതാക്കണം. അതും പൂർണ്ണ മനസ്സോടെ വേണം. മടിച്ചു ചെയ്താൽ കാര്യമില്ല. അതുകൊണ്ട് ഇതേപ്പറ്റി അറിയാത്ത ആരെങ്കിലും വേണം അത് ചെയ്യാൻ. അങ്ങനെ ഇല്ലാതായാലും അത് അയാളുടെ ഇപ്പോഴത്തെ ജീവിതത്തെ ബാധിക്കില്ല. അതായത് കുട്ടി വിക്രമൻ മരിച്ചാൽ അത് ഇപ്പോഴത്തെ വിക്രമനെ ബാധിക്കില്ല. വല്ലാത്ത കുരുക്കാണല്ലോ. അപ്പൂപ്പന് ഇതെല്ലാം പണ്ട് നടന്ന കാര്യമല്ലേ. അന്ന് ഈ പ്രശ്നം എങ്ങനെ പരിഹരിച്ചു? അറിയില്ല. പ്രേതമായതുകൊണ്ടാണോ എന്തോ എല്ലാ ഓർമ്മയും കിട്ടുന്നില്ല. നിങ്ങളെ കഷ്ടപ്പെടുത്താൻ എനിക്ക് ആഗ്രഹമില്ല. പക്ഷേ അസ്തമിച്ചു കഴിഞ്ഞാൽ എനിക്ക് മറ്റു വഴികളില്ല. എന്നാൽ പിന്നെ അപ്പൂപ്പൻ പ്രേതം ആ കുട്ടി വിക്രമനെ തട്ടിക്കോ. എൻ്റെ കുന്തം കട്ടവനാ. ദ്രോഹി. എന്നെ കൊന്നാൽ ഞാൻ പ്രേതമായി വന്ന് നിന്നെ തട്ടോ? ആ വഴി നടപ്പില്ല. പ്രേതമായ ഞാൻ കൊന്നതുകൊണ്ട് പ്രയോജനമില്ല. അതാ ചേട്ടൻ ലുട്ടാപ്പിരുന്നു. ഇവനെ തട്ടിയാലോ? നീ എവിടെ പോയതാടാ? ചെറുപ്പത്തിൽ മോഹിച്ച 2 കാര്യങ്ങൾ നടത്താൻ പോയതാ. ഉറങ്ങിക്കിടന്ന കുട്ടാലു അമ്മാവൻ നീട്ട് ഒരടി കൊടുത്തു. പിന്നെ ഡിങ്കനിട്ടൊരു
ഡിങ്കിനിക്കിട്ടൊരു കല്ലേറ്. അയ്യോ, എനിക്കു കുറേ പാര പണിതതാ ഇവൾ. ആ, മോഹമൊക്കെ സാധിച്ചുവോ? നിന്റെ കഥ കഴിയാറായി. ഹേ, അതെന്താ? കുട്ടി വിക്രമൻ നിന്നെ തട്ടും. അയ്യോ, കുട്ടി വിക്രമൻ ഇതൊന്നും അറിയാത്തത് കൊണ്ട് പൂർണ്ണ മനസ്സോടെ തട്ടും. ഹിഹി, എന്നെ കൊല്ലല്ലേ. നിന്നെ അല്ലടാ, മറ്റേ നിന്നെ. അയ്യോ, ഒരു വഴി കിട്ടി. പക്ഷേ അതിന് എനിക്കെൻ്റെ വടി വേണം. വടി ഞാൻ തരുന്ന പ്രശ്നമില്ല. ഇങ്ങുത്താ. പിന്നെ തീക്കളിക്കിടയിലാ വടിക്കളി. കൊണ്ടുപോയി എന്തെന്ന് വെച്ചാൽ ചെയ്യ്. പറ്റിച്ചു കടന്നു കളഞ്ഞാൽ കൊല്ലും ഞാൻ. എല്ലാവരും വെള്ളത്തിലായാൽ ആരും ശത്രുക്കളല്ല അമ്മൂമ്മേ. മായാവിയുടെ മനസ്സിൽ ചില പദ്ധതികളുണ്ടായിരുന്നു. ഡാങ്കിനിയുടെ മൂങ്ങയുടെ മുട്ടയും ടൈം തെറ്റി വന്നതാണ്. ടൈം തെറ്റി വന്ന മറ്റാരെങ്കിലും അതെടുത്തു എറിഞ്ഞുടച്ചാൽ മതി. ആ മുട്ട ഇല്ലാതായാലും ഇപ്പോഴത്തെ മുങ്ങയെ അത് ബാധിക്കില്ലല്ലോ. പക്ഷേ ഇതേപ്പറ്റി അറിയാത്ത ആരെങ്കിലും കണ്ടെത്തണം, അതും ഉടനെ. അസ്തമിക്കാൻ ഇനി മിനിറ്റുകളെ ബാക്കിയുള്ളൂ. അല്പം കഴിഞ്ഞ്, അയ്യോ, സൂര്യൻ അസ്തമിക്കാറായി. മായാവിയെ കാണുന്നില്ലല്ലോ. അടുത്ത നിമിഷം, ഓക്കെ, സമയമാകുന്നു. എനിക്ക് കുടിയിരിക്കാൻ ഞാൻ തന്നെ ഒരാളെ തിരഞ്ഞെടുത്തു. ലുട്ടാപ്പി. അയ്യോ, ഞാനോ? അതേസമയം മായാവി ടൈം മെഷീൻ്റെ അരികിലേക്ക് പായുകയായിരുന്നു. മായാവി മുട്ട സൂക്ഷിച്ച മരത്തിനടുത്ത്. 1-2 മിനിറ്റ് ബാക്കി. ടൈം മെഷീൻ കയറാൻ ആരെ കിട്ടും? അപ്പോഴാണ് മായാവി അത് കണ്ടത്. അതേസമയം സൂര്യൻ അസ്തമിക്കുന്നു. മായാവിക്കൊന്നും ചെയ്യാനായില്ല എന്ന് തോന്നുന്നു. എല്ലാവരും മാറി നിന്നോളൂ, ഈ കാഴ്ച നിങ്ങൾക്ക് താങ്ങാനാവില്ല. ലുട്ടാപ്പി, സോറി. അപ്പൂപ്പാ. പെട്ടെന്ന് ബൂം. അപ്പൂപ്പൻ പ്രേതം പോയി. ചേട്ടൻ ലുട്ടാപ്പിയും പോയി. നമ്മൾ രക്ഷപ്പെട്ടു. പക്ഷേ ഇതെങ്ങനെ സംഭവിച്ചു? ലുട്ടാപ്പി. അതേസമയം കൊച്ചു വിക്രമൻ ലംബൂച്ചൻ്റെ അടുത്ത്. അമ്മാവ, കുന്തം ആക്രിയായി എടുക്കുമോ? ഇത് ലുട്ടാപ്പിയുടെ കുന്തമല്ലേ? ഇരുമ്പ് വില തന്നാൽ. ബൂം. ക്ലിങ്. ആ പയ്യനെവിടെ? അതേ നിമിഷത്തിൽ തന്നെ രാജുവിൻ്റെ വീട്ടിൽ പിറ്റേന്നത്തെ രാജുവും അപ്രത്യക്ഷനായി. ബൂം. കുറച്ചകലെ പണ്ടത്തെ ഡാകിനിയെയും മായാവിയെയും അതേ നിമിഷത്തിൽ കാണാതായി. അങ്ങനെ ടൈം തെറ്റി വന്ന എല്ലാവരെയും അപ്രത്യക്ഷരായി. രാധ എടുത്ത പേപ്പറുകൾ നോക്കി ടൈം മെഷീൻ റിപ്പയർ ചെയ്തതോടെ ശാസ്ത്രജ്ഞർ തിരിച്ചെത്തി. ഹാവൂ, കുഞ്ഞു ദിനോസറിനെ സുരക്ഷിതമായി അവർ അവൻ്റെ കാലത്തെത്തിച്ചു. ലംബൂച്ചൻ ലുട്ടാപ്പിക്ക് കുന്തം തിരികെ കൊടുത്തു. അയ്യടാ, ഇതെവിടെ നിന്ന് കിട്ടി? കുന്തമൊക്കെ സൂക്ഷിക്കണ്ടേ ലുട്ടാപ്പി? ഏറെ കഴിഞ്ഞ് രാജു ഉണർന്നത്. മായാവി, നമ്മളെങ്ങനെ രക്ഷപ്പെട്ടു? ആരെയാണ് ഇല്ലാതാക്കിയത്? അതൊരു രഹസ്യമായിരിക്കട്ടെ. പ്ലീസ് മായാവി, പറഞ്ഞുതാ. ഇവർ ഇനിയും ഇതും ചോദിക്കും. ഇവർ മാത്രമല്ല, കുട്ടൂസനും ഡാകിനിയും ലുട്ടാപ്പിയും പ്രേതം, ടൈം മെഷീൻ, ഇതൊക്കെ ഇവർ ഓർമ്മയിൽ സൂക്ഷിക്കുന്നത് നല്ലതല്ല. അനാവശ്യമായ ആ പേടി ആർക്കും വേണ്ട. മായാവി മറവി സ്പ്രേ അടിച്ച് എല്ലാവരുടെയും കുറേ ഓർമ്മകൾ മായ്ച്ചു കളഞ്ഞു. രാജുവിൻ്റെ മാത്രം ചില ഓർമ്മകൾ ഒരു ദിവസത്തേക്ക് നിലനിർത്തി. പിറ്റേന്നത്തെ രാജുവിന് തലേന്നത്തെ ഓർമ്മകൾ വേണമല്ലോ. കുട്ടൂസനാകട്ടെ നടന്ന കാര്യങ്ങളൊന്നും മരണം വരെ ഓർക്കാത്ത തരത്തിൽ മറന്നുപോയി. ഓർമ്മകൾ മാഞ്ഞതോടെ എല്ലാവരും പഴയ മട്ടിലായി. കുപ്പി മറഞ്ഞിട്ടില്ലല്ലോ. വഴിക്ക് മായാവിയെ കണ്ടാൽ വിടരുത്. ഹാൻഡ്സ് അപ്പ്. എന്താടാ പുതിയ കണ്ടുപിടുത്തം? അയ്യോ. പക്ഷേ ആരാണ് ടൈം മെഷീൻ്റെ അകത്ത് കടന്നത്? ആ കഥ പറയാൻ ഇതാ ഒരു ഫ്ലാഷ് ബാക്ക്. മൂങ്ങയുടെ മുട്ട എടുത്തതിന് ശേഷം മായാവി ടൈം മെഷീൻ്റെ അടുത്ത്. അവർ അകത്ത് കടന്നാൽ പ്രതീക്ഷയ്ക്ക് വകയുണ്ട്. ഇതേതാ സ്ഥലം? പുതിയ ടൈപ്പ് ഗുഹയാണോ? അയ്യോ, ഗുഹക്കകത്ത് മിന്നൽ. ടപ്പ് ടപ്പ് ടപ്പ്. ആരാ വരുന്നുണ്ട്? ഓടിക്കോ സൂത്ര. ഇതേതാ സ്ഥലം? ഹഹാ, ജൂനിയർ സൂത്രൻ. ജൂനിയർ ശരു. മുട്ട ഇവർക്ക് കൊടുക്കാം. മായാവി അവരുടെ മുന്നിൽ മുങ്ങമുട്ട വെച്ചു കൊടുത്തു. ഹായ്, ഇതെനിക്ക് വേണം. എടുത്തോ സൂത്ര. ഇനി കിട്ടുമ്പോൾ എനിക്ക് തരണേ. ജൂനിയർ സൂത്രൻ മുട്ട തിന്നതോടെ ഭും ഭും